ഹലോ ഹലോ മാഡം, നിങ്ങൾ ഫോൺ വെക്കരുത് കേട്ടോ, കാരണം നിങ്ങൾ നമുക്ക് പൈസ തരേണ്ടിട്ട്. കോൾ മീ ആഫ്റ്റർ ടുമോറോ മോർണിംഗ്. ഓക്കെ. അല്ല, ഞാൻ രാവിലെ 10 മണിക്ക് 9:00 വിളിച്ചോളൂ. എത്ര മണിക്ക്? 9:00. നിങ്ങൾ നമുക്ക് പൈസ തരേണ്ടിട്ട് നിങ്ങൾ വിളിച്ചാൽ എടുക്കുന്നില്ല, പിന്നെ വിളിച്ച സംസാരിക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കളിയാ. ഇതൊന്നൊരു 9:30 സാർ വിളിച്ചോ. ഓക്കെ. എത്ര മണിക്ക്? നാളെ രാവിലെ? നാളെ മോർണിംഗ് 9:30. 9:30. മാർച്ച് 15 നിങ്ങൾ സാറേ ഈ പാസ് ഹിസ്റ്ററി ഒന്ന് കേൾക്കണം. 15-ാം തീയതി തന്നിരിക്കും. നിങ്ങൾ അമ്മക്ക് കൊടുക്കും, ഞാൻ അമ്മനോട് സംസാരിക്കാം. അമ്മ ഇവിടെ ഇല്ല, അമ്മ എന്റെ കൂടെ ഇല്ല ഇപ്പം. അമ്മ ഒരു കല്യാണത്തിന് പോയിരിക്കാം. നിങ്ങൾ ഇനിയെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, നിങ്ങൾ കളവ് പറയൽ നിർത്താ. കളവ് പറയായിരിക്കും. നോക്കിയ അച്ഛൻ മരിച്ചിട്ട് നിങ്ങൾ അമ്മ വന്നിട്ട് വിളിക്കാൻ പറയട്ടോ. ഹലോ, അമ്മ ഈവനിങ് വരുമ്പോ വിളിക്കാൻ പറയാം. അത് പറയാനാ വിളിച്ചത്. അമ്മനോട് ഞാൻ സംസാരിക്കാം. നിങ്ങൾ ഇത് നമ്മളെ ഉറപ്പിക്കുവേ. 10-ാം തീയതി നിങ്ങൾ പറഞ്ഞു. 10-ാം തീയതി നിങ്ങൾ പറഞ്ഞു. 15. അതുവരെ ഇനി ഞാൻ സംസാരിക്കൂല. ഞാൻ നിങ്ങളെ അമ്മയായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ കുറച്ച് ദിവസം മെഡിക്കൽ ലീവിലായിരുന്നു. എന്റെ നടുവിന്റെ ഇൻഫെക്ഷൻ ആയിട്ട്, യൂറിനറി ഇൻഫെക്ഷൻ, ട്രാവലിംഗ് ആയിരുന്നതുകൊണ്ടേ യൂറിനറി ഇൻഫെക്ഷൻ കൂടിയിട്ട് ചെറിയ തോതിൽ ഇൻഫെക്ഷൻ വന്നിരുന്നു. ട്രീറ്റ്മെന്റ്. അതെ. അപ്പം മറ്റന്നാൾ അവിടെ എത്തും സാർ. ഞാനത് വിളിച്ചു പറയാൻ വേണ്ടിട്ട്. സാർ ഇതിനകത്ത് ടെൻഷൻ അടിക്കുന്നത്. വിൻഡ്മില്ലിന്റെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് സാറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. ഡിസ്കസ് ചെയ്തിട്ട് വി വിൽ കം ടു ഫൈനലിറ്റി. ഓക്കെ. ഒരാളെ എന്റെ ഫാദറൊക്കെ എന്നെ പഠിപ്പിച്ചത്, എന്റെ ഫാദർ എനിക്ക് 30 years ആയി, 30 years ബാക്ക് ഫാദർ പഠിപ്പിച്ച ഒരു പൈസ, ഒരു 50 പൈസ, ഒരു ഉറുപ്പ്യ ഒരാളെ വഞ്ചിച്ചിട്ട് നമ്മളെ വയറ്റിലായാൽ നമ്മളതല്ല, നമ്മളെ കുട്ടികൾക്ക് പോലും അത് ബാധിക്കും. കുട്ടികളെ വരെ ചികിത്സയും സുഖം ഇങ്ങനെ മുടിയും. അപ്പൊ ആർക്കും അതൊരു ചീറ്റിങ്ങിന്റെ ഒരു പ്രശ്നമായിട്ട് സാർ കാണരുത്. ചില ആൾക്കാരുടെയും ചില ഓഫീസേഴ്സിന്റെയും അല്ലെങ്കിൽ ചില ഓഫീഷ്യലായിട്ടുള്ള പ്രോബ്ലംസിന്റെയും മാത്രം നിങ്ങൾ ഏകദേശം നമ്മൾ അളീനെ വരുന്ന സ്റ്റേറ്റ് ഫോട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളിപ്പം മജീദിനെ എന്റെ അളീനെ പരിചയമുള്ള ഈ 6 മാസമായിട്ടുള്ള അതിന് മുമ്പില്ല. ഞാൻ കൊല്ലങ്ങളായിട്ട്, ഞാൻ എത്രയോ വർഷങ്ങൾ ഇയാൾ കല്യാണം കഴിച്ചു. അപ്പൊ ഈ മൂപ്പർ വേറെ തന്നെ ഒരു കാരണം വെച്ചാൽ എല്ലാ ദൈവത്തിന്റെ അടുത്ത് കൂടും, എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിക്കും. എന്നിട്ട് ഞാൻ പലപ്പോഴും ഇതിന് മുമ്പെല്ലാം പറയുന്നത് നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞല്ല, അത് ദൈവം കൊടുത്തോളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.